തിരുവനന്തപുരം സംസ്കൃത കോളേജ് ജംഗ്ഷനിൽ കാറുകൾക്ക് മുകളിൽ മരം വീണു. 6 കാറുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ആർക്കും പരിക്കില്ല. മരം മുറിച്ചു മാറ്റുകയാണ്. സ്വാതന്ത്ര്യ സാജു സ്ഥലത്തുണ്ട്. സ്വാതന്ത്ര്യ, വലിയൊരു അപകടമാണ് സംഭവിച്ചിരിക്കുന്നത്. സംസ്കൃത കോളേജ് ജംഗ്ഷനിൽ കനത്ത മഴയിലാണോ ഇപ്പോൾ മരം വീണിരിക്കുന്നത്? സ്മൃതി, വലിയൊരു അപകടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഏറ്റവും ആശ്വാസകരമായ കാര്യമെന്ന് പറയുന്നത് ഇതിൽ ആർക്കും ആളപായം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ 6ഓളം വാഹനങ്ങൾക്ക് ഈ ഒരു മരം വീണ് കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ സംസ്കൃത കോളേജിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു വലിയ തണൽ മരമാണ്. ആ മരത്തിൻ്റെ ഒരു ശിഖരം മാത്രമാണ് സ്മൃതി ഒടിഞ്ഞു വീണിരിക്കുന്നത്. പക്ഷേ 6ഓളം വാഹനങ്ങൾക്ക് ഇത് കേടുപാടുണ്ടാക്കിയിട്ടുണ്ട്. അതിൽ 4 കാറുകളാണ് ഉണ്ടായിരുന്നത്. അതിലൊരു കാർ നമുക്കിങ്ങനെ ദൃശ്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ കാണാം സ്മൃതി, ഒരു കാർ വളരെ വലിയ രീതിയിൽ തകർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സർക്കാർ വാഹനം ഉണ്ടായിരുന്നു, 3 സ്വകാര്യ വ്യക്തികളുടെ കാറുകളും ഉണ്ടായിരുന്നു, ഒരു ഓട്ടോറിക്ഷയ്ക്കും കേടുപാടുണ്ടായിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞ സ്മൃതി, മരം വീഴുന്ന സമയത്ത് ഇതിൽ ഒരു കാറിനുള്ളിൽ ഒരാളുണ്ടായിരുന്നു. ആ വാഹനത്തിന്റെ ഉടമസ്ഥൻ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം അത്ഭുതകരമായി രക്ഷപ്പെടുകയാണ് ചെയ്തത്. ഇങ്ങോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ഈ കാറുകളൊക്കെ തന്നെയും വലിയ രീതിയിൽ കേടുപാട് സംഭവിച്ചിരിക്കുകയാണ്. ഈ മരം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മഴയായിരുന്നു. ഇന്നും ഇന്നലെയും ഒന്നും തിരുവനന്തപുരത്ത് മഴ ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ദിവസമൊക്കെ പെയ്ത ഒരു മഴയുടെ ഒരു പ്രതിഫലമായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് എന്നാണ് കരുതുന്നത്. ഈ സംഭവം നടക്കുന്ന സമയത്ത് കാറുടമകളോ ഓട്ടോയുടെ ഉടമയോ ആരെങ്കിലും ഉണ്ടോ അവിടെ? സ്മൃതി, അവരാരും തന്നെ ഇപ്പോൾ ഇവിടെ ഇല്ല. എല്ലാവരും അങ്ങോട്ടേക്കൊക്കെ മാറി നിൽക്കുകയാണ്. അവരവരുടെ വാഹനം ഇവിടെ നിന്ന് വലിയ കാര്യമായി കേടുപാട് സംഭവിച്ച വാഹനങ്ങൾ ഇവിടെ നിന്ന് മാറ്റിയിട്ട് നമുക്ക് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുണ്ട്, അവരോട് ഒന്ന് ചോദിക്കാൻ തോന്നുന്നു. എത്ര വാഹനം ഉണ്ടായിരുന്നു? നിലവിൽ 4 വാഹനങ്ങൾ കാറുണ്ടായിരുന്നു. അതുകൂടാതെ ഒരു ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു. അങ്ങനെ അതിനകത്ത് ആൾക്ക് ഒരു വാഹനത്തിൽ ഒരാളുണ്ടായിരുന്നു. അല്ല, അത് ആ ഓടി വന്ന വാഹനമാണ്. അതവിടെ വീണു. അപ്പം തന്നെ അവർ ഇറങ്ങി, ഇവരെ വന്നിട്ടില്ല. അതുകൊണ്ട് വലിയൊരു അപകടം ഒഴിവായല്ലേ? കഴിഞ്ഞ ദിവസമൊക്കെ മഴയിൽ പെയ്ത് കുതിർന്നിരിക്കുകയായിരുന്നു. അതെ, അത് തന്നെയായിരിക്കും. വെയിറ്റ് താങ്ങാൻ പറ്റാതെ ഒടിഞ്ഞതാണ്. ഒരുപാട് പഴയ മരമാണ്. അതെ, പഴക്കമുള്ള മരമാണ്. ഈ പറഞ്ഞത് തന്നെയാണ്, ഒത്തിരി പഴയ മരമാണ്. കുറേ വർഷങ്ങളായി കോളേജിനുള്ളിൽ നിൽക്കുന്ന ഒരു മരം തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശക്തമായ മഴയായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഇത് ഒടിഞ്ഞു വീണത് എന്നാണ് മനസ്സിലാക്കുന്നത് എന്ന് തന്നെയാണ് പറഞ്ഞത്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെയും ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ ഈ മരം റോഡിൽ നിന്ന് മുറിച്ച് മാറ്റാനുള്ള ഒരു ശ്രമത്തിൽ തന്നെയാണ്. ആദ്യം ഈ വാഹനങ്ങൾക്ക് മുകളിൽ വീണിരുന്ന ഭാഗങ്ങളൊക്കെ തന്നെയും ഇപ്പോൾ മുറിച്ച് മാറ്റി മരത്തിനടിയിൽ കിടന്നിരുന്ന വാഹനങ്ങളൊക്കെ തന്നെയും പുറത്തേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഈ വാഹനമൊക്കെ തന്നെ നമ്മൾ നോക്കിയാൽ അറിയാം, വലിയ രീതിയിൽ ഈ വാഹനത്തിനൊക്കെ തന്നെയും കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. ഓട്ടോയ്ക്കും ഒക്കെ തന്നെയും കേടുപാട് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അതൊക്കെ അങ്ങോട്ടേക്ക് മാറ്റിയിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ വഴിയിൽ കിടക്കുന്ന ഈ മരത്തിൻ്റെ ഭാഗങ്ങൾ എടുത്ത് മാറ്റാനുള്ള ശ്രമം തന്നെയാണ് നടക്കുന്നത്. ഒരു ഇടവഴിയാണ് ഇത്, പ്രധാന റോഡല്ല. ഈ സംസ്കൃത കോളേജിൻ്റെ മുന്നിൽ കൂടെയുള്ള ഒരു വഴിയാണ്. അതുകൊണ്ട് അങ്ങോട്ടേക്ക് കയറുന്ന ഭാഗത്തെ ഗതാഗതം ഇപ്പോൾ തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് ഈ മരം മുറിച്ച് മാറ്റാനുള്ള ശ്രമം നടക്കുന്നത്. അതിനുശേഷം മാത്രമായിരിക്കും ഗതാഗതം പുനഃസ്ഥാപിക്കുക. എന്ത് തന്നെയാണ് 6ഓളം വാഹനങ്ങൾ തകർന്നിട്ടുണ്ട് സ്മൃതി. പക്ഷേ ആർക്കും ആളപായം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ആശ്വാസകരമായ കാര്യം. ഈ സമയത്ത് ഈ മരം ഒടിഞ്ഞു വീഴുന്ന സമയത്ത് ഇതിലൂടെ ആരെങ്കിലും നടക്കുന്നുണ്ടായിരുന്നെങ്കിൽ അവർക്ക് വലിയ രീതിയിലുള്ള ഒരു അപകടം ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു. വാഹനങ്ങൾക്ക് കേടുപാട് പറ്റി എന്നുള്ളത് വലിയ നഷ്ടമുണ്ടാക്കുന്നു എന്നുള്ളത് തന്നെ സൂചനകളാണ് ലഭിക്കുന്നത്. ഏതായാലും ഈ ശക്തമായ മഴയിൽ മരങ്ങൾക്ക് താഴെ വാഹനങ്ങൾ നിർത്തുന്ന അപകടം ചെയ്യുമെന്നുള്ള സൂചനകൾ നേരത്തെയും ഉണ്ടായിരുന്നു. നേരത്തെയും പല വാഹനങ്ങൾക്ക് നേരെയും മരക്കൊമ്പുകൾ വീണൊടിഞ്ഞ് അപകടം സംഭവിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ തലസ്ഥാനത്തുള്ള ദൃശ്യങ്ങളും വിവരങ്ങളുമാണ് ലഭിച്ചത്.